ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറേ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. കുറച്ച് അധികമായിട്ടോ നമ്മൾ ചെയ്തിട്ട് ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജും അതിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിനുള്ളിലുള്ള 1-2 പേജസ് സെറ്റ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റിക്കേഴ്സ് കുറച്ച് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് പ്രിൻ്റ് എടുക്കാം എന്നുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കൂ കേട്ടോ. പിന്നെ ഇത് ഞാൻ നമ്മുടെ ജൂട്ടിൻ്റെ ഷീറ്റില്ലേ അതിൻ്റെ പോലെ തന്നെ വേറൊരു ടൈപ്പാണ്. ഇത് നമുക്ക് ഓൺലൈൻ ഷോപ്സിൽ നിന്നും അതുപോലെ തന്നെ നിയർ ബൈ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ താഴെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ 4 സൈഡിലും നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഓരോ നൂലും നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വെക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് അതിൻ്റെ താഴെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഫ്ലവറാണ്. ഇതെനിക്ക് ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഞാൻ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ നമുക്ക് എന്താ പറയുക ക്യൂട്ടായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഇതുപോലുള്ള ഇൻവിറ്റേഷൻ കാർഡുകൾ അല്ലെങ്കിൽ പിക്ചേഴ്സ് അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചില ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പേപ്പർ ബാഗ്സ് ഉണ്ടല്ലോ, നല്ല നല്ല അടിപൊളി കളേഴ്സിലുള്ള പേപ്പർ ബാഗ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്തു വെക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. പിന്നെ ഇനി അതിൽ സ്യൂട്ടായിട്ടുള്ള ഒരു ഫോട്ടോയും കൂടി ഞാൻ എടുത്തൊന്ന് ഒട്ടിക്കുന്നുണ്ട്. ഫോട്ടോ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. ബാക്കി അതിലുള്ള ആ ഫ്ലവറും മറ്റേ ആ ഒരു സ്റ്റിക്കറും ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ്, കട്ടിയുള്ള ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ചെറിയൊരു സ്റ്റിക്കർ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കില്ലേ അതുപോലത്തെ സ്റ്റിക്കർ. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ മുമ്പത്തെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റിക്കറും കൂടി അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു പേജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൈനലായിട്ടുള്ള ലുക്ക് വരുന്നത് കേട്ടോ. ഇനി അടുത്ത പേജ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ പേജിൽ ഞാൻ ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ് ഒരെണ്ണം വെച്ചിട്ട് കട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. പക്ഷേ അത് ഭയങ്കര ചെറുതായിപ്പോയി. അപ്പോൾ നമ്മൾ ഒരു ബേസായിട്ട് കൊടുക്കാമെന്ന രീതിയിൽ ഇങ്ങനെ വലുതാക്കി തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ എന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇവിടെയും കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സിന് മാച്ച് ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റിക്കേഴ്സ് എടുക്കാം. അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒരെണ്ണം അല്ല കേട്ടോ, നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഏതാണോ ഭംഗി തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു ജൂട്ടിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതാണ് ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മളിനി ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ചെറിയൊരു ഷീറ്റ് ഉണ്ടാവും, അത് ബാക്ക് സൈഡിൽ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് പീൽ ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം. ഇങ്ങനെ ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ദെൻ ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫോട്ടോസൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിക്കുക കേട്ടോ. പിന്നെ ചിലത് പേജ് ഇങ്ങനെ മറിക്കുമ്പോൾ പറഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സേഫ് ആൻഡ് സെക്യൂർ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 2 പേജസും വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു ചെറിയ മിനി ബോ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ ആ പേജിൽ ഒട്ടിച്ചില്ലേ അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഒരു ചെറിയ പീസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പീസുകളൊന്നും കളയരുത്, എല്ലാം സൂക്ഷിച്ച് വെക്കുക. അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെൻറ്ററിലൊന്ന് മടക്കി കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോ കിട്ടും കേട്ടോ. അതിൻ്റെ 2 സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ത്രെഡ് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്താൽ തന്നെ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ത്രെഡോ അല്ലെങ്കിൽ ഒരു ജൂട്ടിൻ്റെ ത്രെഡ് കൊണ്ടൊക്കെ ടൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു ബോ കിട്ടും. ഇനി അതിൻ്റെ ബാക്കിൽ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് അതും കൂടി ഒരു പേജിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.